സ്തംഭിപ്പിച്ച് ആശാവർക്കർമാരുടെ പ്രക്ഷോഭം മൂന്നാം ഘട്ടത്തിലേക്ക്. ഈ മാസം 20 മുതൽ നിരാഹാര സമരം ഇരിക്കുമെന്നാണ് പ്രഖ്യാപനം. സമരം ചെയ്യുന്ന 3 മുൻനിര നേതാക്കൾ അനിശ്ചിതകാലത്തേക്ക് നിരാഹാര സമരം ഇരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശാവർക്കർമാർ പ്രക്ഷോഭത്തിൽ അണിനിരന്നു. പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ പതിവിലും അധികം സുരക്ഷയാണ് സെക്രട്ടേറിയറ്റിന്റെ ഓരോ കവാടത്തിലും പോലീസ് ഒരുക്കിയിരുന്നത്. അങ്കണവാടി ജീവനക്കാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വി.ഡി. സതീശൻ ന്യായമായ സമരമാണ് ഇപ്പോൾ നടത്തുന്നതെന്നും സ്ത്രീശക്തി ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ജീവനക്കാർ നടത്തുന്ന ഈ സമരത്തിന് തങ്ങൾ കൂടെ തന്നെ കാണുമെന്നും എല്ലാവിധ പിന്തുണയും നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ഹൈക്കോടതി റദ്ദാക്കി. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ആണ് വിധി പറഞ്ഞത്. ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവാണ് റദ്ദാക്കിയത്. മുനമ്പത്തേക്ക് കമ്മീഷനെ നിയമിക്കാൻ സർക്കാരിന് അധികാരമില്ലെന്നും മുനമ്പത്തേക്ക് വഖഫ് വസ്തു വകയെന്ന് വഖഫ് ബോർഡ് കണ്ടെത്തിയിട്ടുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണ കമ്പനിയിൽ നിന്നും സംഭാവന വാങ്ങിയെന്ന ആരോപണത്തിൽ ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാറിന് CPM-ന്റെ വക്കീൽ നോട്ടീസ്. CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവാണ് നോട്ടീസ് അയച്ചത്. പ്രസ്താവന പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണമെന്നാണ് നോട്ടീസിലെ ആവശ്യം. പകുതി വില തട്ടിപ്പിൽ സഭയിൽ മറുപടി പറഞ്ഞ് മുഖ്യമന്ത്രി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 1343 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ 665 എണ്ണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയെന്ന് അദ്ദേഹം സഭയെ അറിയിച്ചു. നിലവിൽ അന്വേഷണം നല്ല രീതിയിലാണ് നടക്കുന്നതെന്നും അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല ക്രൈംബ്രാഞ്ച് ADGP-ക്ക് ആണ് നൽകിയിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. തനിക്കെതിരായ സൈബർ ആക്രമണങ്ങളിൽ പ്രതികരിച്ച് മുതിർന്ന CPIM നേതാവ് G. സുധാകരൻ. പാർട്ടിയല്ല ഇതൊന്നും ചെയ്യുന്നത്, പാർട്ടി പിന്തുണ നശിപ്പിക്കുന്നവരാണിവർ. സൈബർ ആക്രമണത്തിൽ തനിക്ക് പരിക്കേറ്റിട്ടില്ലെന്നും അതിനാൽ ആരും തന്നെ സംരക്ഷിക്കേണ്ടതില്ലെന്നും G. സുധാകരൻ കൂട്ടിച്ചേർത്തു. വണ്ടിപ്പെരിയാർ ഗ്രാമ്പിലെ കടുവ ചത്തു. മയക്കുവെടിയേറ്റ കടുവ ദൗത്യ സംഘത്തിന് നേരെ ചാടിയതോടെ കടുവയ്ക്ക് നേരെ 3 തവണ വെടിയുതിർക്കുകയായിരുന്നു. ഇതോടെയാണ് ചത്തത്. സ്വയം രക്ഷയുടെ ഭാഗമായാണ് വെടിയുതിർത്തത്. തിരുവനന്തപുരം കല്ലമ്പലത്ത് മദ്യലഹരിയിൽ മകൻ കിടപ്പ് രോഗിയായ അമ്മയെ ബലാത്സംഗം ചെയ്തതായി പരാതി. 73-കാരിയായ അമ്മയെ 45 വയസ്സുള്ള മകനാണ് ബലാത്സംഗം ചെയ്തത്. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംസ്ഥാനത്തെ നാട്ടാലകളുടെ സർവേ നടത്തണമെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിന് സ്റ്റേ. ഹൈക്കോടതി ഉത്തരവിനെതിരെ വിശ്വ ഗജസേവാ സമിതി നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ നടപടി. തെരുവ് നായകളുടെ വിഷയം പരിഗണിക്കാനായി സ്വമേധയാ സ്വീകരിച്ച ഹർജിയിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നത്. ഇത് എങ്ങനെ നാട്ടാന പരിപാലനത്തിലേക്ക് എത്തിയെന്നും സുപ്രീം കോടതി ചോദിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പുകഴ്ത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ട്രംപിന്റേത് അചഞ്ചലമായ സമർപ്പണമാണ്. അടുത്തിടെ നടന്ന അമേരിക്കൻ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ വെടിയേറ്റപ്പോഴും ആ പ്രതിരോധശേഷിയും നിശ്ചയദാർഢ്യവും കാണാൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതം അമേരിക്കയ്ക്ക് വേണ്ടിയായിരുന്നുവെന്നും മോദി കൂട്ടിച്ചേർത്തു. ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസിനെയും സഹയാത്രികൻ യൂജിൻ ബുച്ച് വിൽമോറും നാളെ തിരികെ എത്തും. അമേരിക്കൻ സമയം നാളെ വൈകിട്ട് 6 കൂടിയായിരിക്കും പേടകം ഭൂമിയിൽ പതിക്കുക. നാസ തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ വീശിയടിച്ച ശക്തമായ ചുഴലിക്കാറ്റിൽ 40 പേർ മരിച്ചതായി റിപ്പോർട്ട്. വെള്ളിയാഴ്ച മുതൽ വീശിയടിക്കുന്ന ചുഴലിക്കാറ്റിന്റെ ആഘാതം ഏറ്റവും കൂടുതൽ ബാധിച്ചത് മിസോറിയിലാണ്.